രണ്ടുപേരും ഒന്ന് കയറി. അവരാ വണ്ടിയിൽ കയറിയപ്പോൾ അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു, എനിക്കറിയത്തില്ല. ഒരു ഹോട്ടലിൻ്റെ കാര്യം പറഞ്ഞു, എനിക്കറിയത്തില്ല. അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ഒരു പണി ചെയ്ത് അറിയാമെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അവർ ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. വൈകുന്നേരം 7 മണിയായി. ഒരു പറളങ്ങ് കൂടുതൽ വണ്ടി പോയില്ല. അതിപ്പുറം വണ്ടി ഇവിടെ നിർത്തുകയും ചെയ്തു. ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവിടാറുണ്ട്. പ്ലാന്റേഷൻ കിടന്നാണ് ഞാൻ ഓടുന്നത്. വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത് കേട്ടോ. വെള്ളം അടിച്ചിട്ട് ബാക്കിയുള്ളവർ ബാക്കി ഇരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പറ്റി ഇയാൾ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. എന്റെ അറിവിൽ തൊടുപുഴ ഒറ്റ സുഡിയോ പണിതിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ ആരെങ്കിലും വകയിൽ പണിത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വെള്ളം അടിക്കുന്നതിന് പ്രശ്നമില്ല, വെള്ളം അടിച്ച് വീട്ടിൽ പോയിരിക്കുക. വെള്ളം അടിച്ച് എന്തിനാണ് ഓട്ടോ ഓടിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും പ്രൗഡായിട്ടാണ് അയാൾ പറയുന്നത് വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് ആന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കാൻ നിൽക്കുന്നത്. സ്റ്റിയറിംഗ് ഇപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് വീഴൂന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. വണ്ടി പോകുന്ന തന്നെ വളഞ്ഞു അപ്പൊ തന്നെ വണ്ടി നിർത്തുന്നു പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അയാൾ പറയാം ഇല്ല കയറുന്നു. ഞാൻ വണ്ടി കയറിയില്ലേ. അപ്പൊ തന്നെ ഈ വീഡിയോ എടുത്തു അവസാനിപ്പിച്ച് അയാളുടെ നമ്പർ പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ പറ്റുവാണെങ്കിൽ MVD അല്ലെങ്കിൽ പോലീസ് കാണുവാണെങ്കിൽ അയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അയാൾ പറഞ്ഞ ഒരു മുടന്ന് ഞാൻ ഇവിടെ ഓടിക്കുന്നില്ല. KL 38 പിന്നെ നിന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പാവം പിടിച്ചവന്റെ ജീവിതം എങ്ങനെ തകർക്കാമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ഈ ഇച്ചേച്ചി. ചേട്ടന്റെ പേര് രാജു എന്നാണ്, തൊടുപുഴ സ്വദേശിയാണ്. ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്തുന്ന ഒരു പാവം പിടിച്ച ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ ദിവസം ഈ ഇച്ചേച്ചിയും ഒരു ചേട്ടനും കൂടെ ഓട്ടോയിൽ കയറി. ഈ പാവം പിടിച്ച ഓട്ടോ ഡ്രൈവറോട് സ്റ്റുഡിയോ എന്ന് പറഞ്ഞപ്പോൾ ആ പാവം പിടിച്ചവൻ ഈ സ്റ്റുഡിയോ എന്നാന്ന് മനസ്സിലായില്ല. ആ പുള്ളി പറഞ്ഞു ഇവിടെ ഒരുപാട് സ്റ്റുഡിയോ ഉണ്ട്, ഏത് സ്റ്റുഡിയോ അല്ല, പുള്ളിക്ക് ഈ ഫോട്ടോ പിടിക്കുന്ന മറ്റേ സ്റ്റുഡിയോയെ കുറിച്ച് അറിയത്തുള്ളൂ. അപ്പൊ ഈ പാവം പിടിച്ച ആള് അറിയാത്തത് കൊണ്ട് ഈ പറഞ്ഞ ഒരു വാക്കിന് നിന്നോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ വഴി ഇവൾ ഒരു വീഡിയോ അങ്ങിട്ടിരിക്കുകയാണ്. ഇദ്ദേഹം മദ്യപിച്ചുകൊണ്ടിട്ടാണ് ഇവരോട് മോശമായിട്ട് പെരുമാറിയെന്ന്. എന്താണ് മോശമായിട്ട് പെരുമാറിയത്? സ്റ്റുഡിയോ അറിയത്തില്ല എന്ന് പറഞ്ഞു, അതാണോ മോശമായിട്ടുള്ള ഒരു വർത്തമാനം എന്ന് പറയുന്നത്? ഇനി അയാൾ മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിച്ചെന്നുണ്ടെങ്കിൽ നീ തൊട്ടടുത്ത സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കണമായിരുന്നു, മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഒരുമാതിരി മറ്റടുത്ത വീഡിയോ ഇട്ടിട്ട് അതും ഡിലീറ്റ് ആക്കി പോയി. അതിനുശേഷം സ്റ്റോറി കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ചേട്ടൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന്. അത്രയും ഉറപ്പുള്ള നിന്നോട് ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞുതരാം. ആദ്യം ആ ചേട്ടന്റെ മകൻ പറയുന്നതും പിന്നെ 1-2 പേര് പറയുന്നതും കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം, ഒന്ന് കേട്ടു. അപ്പോൾ അച്ഛൻ തൊടുപുഴ ടൗണിലൂടെ ഓട്ടം പോയതാണ്. ഓട്ടം പോയപ്പോൾ അവിടെ KSRTC സ്റ്റാൻഡിലാണ് ഓട്ടം പോയത്. അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ പെൺകുച്ചാർ കൂടെ വേറെ ചെറുക്കണമുണ്ടായിരുന്നു. രണ്ട് വണ്ടിയിൽ കയറിയെന്നായിരുന്നു. വണ്ടിയിൽ കയറിയിട്ട് സ്റ്റുഡിയോയുടെ അടുത്തുള്ള ഏതോ ഷോപ്പിൽ ഇടാൻ പറഞ്ഞു. അച്ഛന് സ്റ്റുഡിയോ ഏതാ, പഴയ ആൾക്കാരല്ലേ, അവർക്ക് സ്റ്റുഡിയോ എന്ന് അറിയത്തില്ല. അച്ഛൻ പറഞ്ഞു വഴി പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് കൊണ്ടുവിടാം, സ്റ്റുഡിയോ ആണെങ്കിൽ ഇവിടെ ഒത്തിരി സ്റ്റുഡിയോസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഈ പെൺകൊച്ച് കിടന്ന് റേസായി ചൂടായി ഒച്ചയിടുക ചെയ്തതെന്നാണ് പറഞ്ഞത്. വണ്ടിയിലിരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ തൊടുപുഴ ടൗണിൽ കിടന്നിട്ട് സ്റ്റുഡിയോ പറഞ്ഞാൽ അറിയത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് റേസ് ആവുക ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഉടനെ ചേട്ടൻ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു 100 മീറ്റർ മാക്സിമം അത്രേ ഉള്ളൂ. അപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് 2 പേരും ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ വീഡിയോയും ഷൂട്ട് ചെയ്ത് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക ചെയ്തത്. ഇതാണ് ഉണ്ടായത്. അച്ഛനാണെ പ്രഷറിന് ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. ഇത് അച്ഛനെ എത്രത്തോളം മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യം അത് കാണുമ്പോൾ മാത്രം നിന്നെ താങ്ങാനും ഫോളോ ചെയ്യാനും നിനക്ക് കമന്റ് ഇടാനുമായിട്ട് കുറെ മൊണ്ണകൾ ഉണ്ടാവും. അവന്മാരുടെ മുന്നിലേക്ക് നീ ഈ ഒരു വീഡിയോ ഇട്ട് കൊടുത്തപ്പോ ആ പാവം പിടിച്ചവന്റെ ജീവിതമാണ് നശിപ്പിച്ചത്. അതും പോരാഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പാവം പിടിച്ചവന്റെ ജീവിതം തകർത്തിട്ട്. മദ്യപിക്കുക പോലും ചെയ്യാത്ത ഒരു മനുഷ്യനെ കുറിച്ച് ഇത്രയും മോശമായിട്ടൊരു വീഡിയോ ഇട്ട് ഇവർക്കെതിരെ അവര് നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. നിങ്ങളല്ലേ കഴിഞ്ഞ സ്റ്റാൻഡിൽ ആ പിള്ളേരോടൊക്കെ എന്തോ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരാള്? അല്ല, ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. ഇത് ഓടിക്കാൻ നടക്കുമ്പോൾ ആൾക്കാർ എന്നെ ഓട്ടം വിളിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഞാൻ എന്നാ ചെയ്യണം? ഒരു പാവം മനുഷ്യന്റെ അന്നത്തിലാണ് കൈവച്ചിരിക്കുന്നത്. കയ്യിലൊരു ഫോണും സോഷ്യൽ മീഡിയയും ഉണ്ടെങ്കിൽ ഏതൊരാളുടെയും ജീവിതം തകർക്കുവാൻ എളുപ്പമാണ്. പ്രായമായ ഒരു മനുഷ്യനാണ് എന്നുള്ള പരിഗണന പോലും കൊടുക്കാതിരുന്നത് വളരെ മോശമായി. എയറിൽ പോകാനായി ചില ആളുകൾ കച്ചകെട്ടി ഇറങ്ങാറുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഇതും കാണിച്ചിരിക്കുന്നത്. ഒരു ഫോണും സോഷ്യൽ മീഡിയയും ഉണ്ടെങ്കിൽ ഒരാളുടെ ജീവിതം തകർക്കാൻ വളരെ എളുപ്പമാണ്. കഴിഞ്ഞ ദിവസം ഫസ്മിന സാക്കിർ ഒരു ഓട്ടോ ഡ്രൈവറിന്റെ നെഞ്ചത്തേക്ക് കുതിര കയറുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരുന്നത്. ഒരു പാവം മനുഷ്യൻ, അതും പ്രായമായ മനുഷ്യനോട്
സ്റ്റുഡിയോ പോകണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ കേട്ടത് സ്റ്റുഡിയോ എന്നായിരുന്നു. ഇവിടെ ഒരുപാട് സ്റ്റുഡിയോയുണ്ട്, അതിൽ ഏത് സ്റ്റുഡിയോയിലേക്കാണ് പോകേണ്ടത് എന്ന് ചോദിച്ചപ്പോഴായിരുന്നു പുള്ളിക്കാരി പൊട്ടിത്തെറിച്ചത്. അപ്പോഴേക്ക് ഫോണും എടുത്ത് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡും ചെയ്യലും കഴിഞ്ഞു. ഒരാളുടെ ജീവിതമാണ് അങ്ങോട്ട് കണ്ടന്റാക്കി മാറ്റിയിരിക്കുന്നത്. കുടുംബത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാനായി കഷ്ടപ്പെടുന്ന ഒരു പാവ മനുഷ്യൻ, ആ മനുഷ്യനെയാണ് ഇല്ലാ കഥകൾ കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രചരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഫസ്മിന ഇപ്പോൾ ആ പോസ്റ്റെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയല്ലേ, ഇതിനോടകം അതെല്ലാം വൈറലായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഡിഫമേഷന് എന്തായാലും കേസ് കൊടുക്കാനാണ് പോകുന്നത്. ഫസ്മിന കുടുങ്ങുവാനാണ് സാധ്യത കൂടുതൽ. പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി കണ്ടന്റ് ഉണ്ടാക്കുന്നവർ ഒന്ന് ചിന്തിക്കേണ്ടത് മറുഭാഗം നിൽക്കുന്നവർക്കും ഒരു ജീവിതമുണ്ട് എന്നുള്ളതാണ്. ദയവ് ചെയ്ത് ഇല്ലാ കഥകളൊന്നും കൊണ്ടുപോയി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുക, അവർക്കും ജീവിക്കേണ്ടതാണ്. ഇനി എന്തൊക്കെ എക്സ്പ്ലനേഷൻസുമായിട്ടാണ് ഫസ്മിന വരുന്നത് എന്ന് നോക്കാം. എന്തായാലും ആ ചേട്ടന് നീതി ലഭിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. ഈ ടോപ്പിക്കിൽ റിയാക്ട് ചെയ്ത മറ്റു രണ്ടുപേരുടെ വീഡിയോസും ഞാൻ ഇതിലൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്റെ വണ്ടിയിൽ രണ്ടുപേരും ഒന്ന് കയറി. അവരാ വണ്ടിയിൽ കയറിയപ്പോൾ അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു, എനിക്കറിയത്തില്ല. ഒരു ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു, എനിക്കറിയത്തില്ല. ഞാൻ അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ഒരു പണി ചെയ്ത് അറിയാമെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അവർ ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. വൈകുന്നേരം 7 മണിയായി. ഒരു പറലങ്ങ് കൂടുതൽ വണ്ടി പോയില്ല. അതിപ്പുറം വണ്ടി ഇവിടെ നിർത്തുകയും ചെയ്തു. ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവിടാറുണ്ട്. പ്ലാന്റേഷൻ കിടന്നാണ് ഞാൻ ഓടുന്നത്. അപ്പം ഇങ്ങനെ ഒരു വയറിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കടം എടുത്ത് വെച്ചേക്കുന്ന വണ്ടിയാണ്. എന്നാ ചെയ്യണേ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരറിഞ്ഞു. എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ടും റീൽസിന് വേണ്ടിയിട്ടും ഇത്തരം പോക്കരിത്തരം കാണിക്കുന്ന നിങ്ങളോടാണ് ഈ ഒരു ചോദ്യം. ഈ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ 3 ചക്രമുള്ള വണ്ടിയായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. സ്റ്റുഡിയോ ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത മനുഷ്യനാണിത്. അവരോട് ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞെന്താ അറിയോ, സ്റ്റുഡിയോ എന്ന് ചോദിച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ട സ്ഥലമല്ലേ മക്കളെ എന്നാ ചോദിച്ചതെന്ന്. അവർ പറഞ്ഞു സ്റ്റുഡിയോ എന്ന് പറഞ്ഞു. സ്റ്റുഡിയോ എന്നാ നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ല. ഭാവത്തിന് അറിയാൻ പാടില്ല. എന്തിനാ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണേ? കുറച്ച് മനുഷ്യത്വം കാണിക്കണം. ATL 8912 ഈ വണ്ടി നമ്പർ സഹിതം വെച്ചാണ് ഒരു വീഡിയോ എടുത്തിട്ടേക്കുന്നത്. എന്തിനാ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത്? ഈ മനുഷ്യൻ കുടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ മദ്യപാനിയാണെന്ന് തെളിയിച്ചാൽ ഈ വണ്ടി അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കാന്നാ ചേട്ടൻ പറഞ്ഞത്. കൊടുക്കാം. അതാണ് ഈ മനുഷ്യൻ പറഞ്ഞ ഉറപ്പ്. ഒരു തുള്ളി പോലും മദ്യപിക്കാത്ത മനുഷ്യനെ മദ്യപാനിയാക്കി ചിത്രീകരിച്ചതിന് ഡിഫേമേഷനെതിരെ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യണം. നിയമപരമായിട്ട് നിങ്ങൾ ഇതിന് മുന്നോട്ട് പോകണം. അതെനിക്ക് പറയാനുള്ളൂ. നിയമപരമായിട്ട് നിയമത്തിന്റെ ഏതറ്റം വരെ പോയാലും ഈ മനുഷ്യന് നീതി കിട്ടുന്ന രീതിയിലേക്കായിരിക്കണം ഇത് ഇനി നീങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊരു പാഠമായിട്ടിരിക്കട്ടെ. ആൾ ഓൾറെഡി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഫസ്മിനയ്ക്കെതിരെ ഡിഫമേഷന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആളുടെ ഭാഗത്ത് ന്യായമില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആള് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോവില്ല. സ്റ്റുഡിയോ അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട് നിങ്ങളുടെ ഇടയിലില്ലേ? നിങ്ങളുടെ അമ്മമ്മേനോട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അമ്മച്ചനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റുഡിയോ എന്താണെന്നറിയോ? സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ അല്ലേ, അതറിയാം എന്നേ പറയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എല്ലാവർക്കും സ്റ്റുഡിയോ അറിയോ? ഇല്ല. ലൈസൻസ് മാത്രമാക്കണ്ട പെങ്ങളെ, ആ ചേട്ടന്റെ തലയും കൂടിയാണ്ട് വെട്ടിക്കളെ. അതല്ല ഇപ്പൊ നിങ്ങൾക്കൊക്കെ വേണ്ടത്. ആ ചേട്ടൻ നിങ്ങളോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ലെന്നൊന്നില്ലല്ലോ. വീഡിയോ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിട്ട് പ്രചരിപ്പിച്ചിട്ട് ആ ചേട്ടനെതിരെ മോശമാണ് ഇപ്പൊ എല്ലാവരും പറയണത്. അത് മാത്രല്ല, അദ്ദേഹം ഒരു കള്ള് കുടിക്കാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും പെരുമാറ്റം അങ്ങനെ ആയിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ചേട്ടന് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ആ ചേട്ടന് ആകെ അപമാനം കൊണ്ട് വീട്ടിലിരിക്കണ്. ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ജീവൻ കൂടി നിങ്ങൾക്ക് നശിപ്പിക്കണം. എന്താ വേണ്ട നിങ്ങൾക്ക്? ആ കുടുംബത്തിനെ കണ്ണീരിഞ്ഞ് ആരും മാറ്റും. കുടിച്ചിട്ടില്ല, ആ സമയത്ത് കള്ള് കുടിച്ചിട്ടില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇട്ട് വീഡിയോ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ കുറെ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉണ്ടായ മാനക്കേട് തിരിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക്? അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട് ആ മാനം നിങ്ങൾ തിരിച്ചു കൊടുന്ന് കൊടുക്കോ? അദ്ദേഹത്തിന്റെ ഓട്ടോ പിടിച്ചു വെച്ച് അദ്ദേഹത്തിന് ആരും ഓട്ടോ വിളിക്കണില്ല. ഇപ്പോ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാണ്ട് വീട്ടിലിരിക്കണം അദ്ദേഹം. ഇത് ചെയ്യരുതിട്ട പെങ്ങളെ. നിങ്ങൾ ഇതിവിടെ നമുക്ക് ഒരുപാട് കേസുകൾ മുന്നിൽ കിടക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹം കൂടി തൂങ്ങിച്ചാവണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്താണ് നിങ്ങളൊക്കെ കാണുന്നത്? അല്ല അറിയാണ്ട് ചോദിക്കുക. നിങ്ങൾ പരിപാടികൾ നടക്കട്ടെ. ഇത് കണ്ടിട്ട് പറഞ്ഞില്ലെങ്കിൽ നമ്മളൊന്നും അല്ലാണ്ടായി പോയി. പരിപാടി നടക്കട്ടെ, ചതറട്ടെ.